10 മണിയോടുകൂടി ആന്ധ്രാപ്രദേശിലെ കടകളൊക്കെ അടക്കുമ്പോൾ ഇതുപോലത്തെ സാഹചര്യമാണ് പിന്നീട് ഉണ്ടാകാറ്. ഷട്ടറൊക്കെ താത്തിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. വല്ലാത്തൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. 10 മണിക്ക് എല്ലാ കടകളും അടക്കുമെങ്കിലും ഒരു 11-12 മണി വരെയൊക്കെ ഫുഡിൻ്റെ കടക്കാർക്ക് ഒരു ഇളവ് കൊടുക്കാം എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിന്നും ഫുഡ് കഴിക്കുന്നത്. മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വന്നതും നമുക്ക് വളരെയധികം സ്വീകാര്യപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായിട്ടുള്ള മാറിയ മജീദക്കയാണ് ഈ കാണുന്നത്. നമ്മളിവിടെ ഈ ഒരു പള്ളിയിലായിരുന്നു താമസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ മൂപ്പര് നമുക്ക് ചെയ്തു തന്നിരുന്നു. ഇതിലെ തണുപ്പ് കാരണമാണ് മൂപ്പരൊരു തോർത്തുണ്ട് ചെവിയോട് കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. മൂപ്പരയുടെ ഈ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് മൂപ്പരുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിൽ NH-ലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കണ്ടൊരു ചെമ്പാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് അടുപ്പിച്ചത്. കടയുടെ പുറത്ത് ഇതുപോലെ ചെമ്പുകൾ കാണാമെങ്കിൽ അവിടെ ബിരിയാണി ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. രുചികരമായിട്ടുള്ള ബിരിയാണിയാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. കേരള ഫുഡിനോട് സാമ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വൃത്തിയുള്ള സാഹചര്യമാണ് ഈ കടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നോർമൽ ഡെക്കറേഷനോട് കൂടിയിട്ടാണ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരിച്ചാക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കൂട്ടിവെച്ചതും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. വളരെ രുചികരമായിട്ടുള്ള ദമ്മിൽ തീർത്ത ബിരിയാണി തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. ഡിഫറൻ്റ് ആക്കിയത് ഈ ഒരു ഉള്ളിയും അതുപോലെ ഈ ഒരു ചമ്മന്തിയുമാണ്. ഇവിടെയുള്ള ആളുകൾ ഭക്ഷണത്തിൻ്റെ കൂടെ കൂടുതലായിട്ട് ഉള്ളി കഴിക്കുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ടായിരിക്കാം എന്ത് ഫുഡ് കഴിക്കുമ്പോഴും ഉള്ളി നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കും. നമ്മൾ മദനപ്പള്ളി ടൗണിലേക്കാണ് വന്നിട്ടുള്ളത്. ചൂട് കാരണം ഈ ഒരു കടയിലേക്കാണ് കയറിയിരുന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ് ഇതുപോലെ ലോഡ് കണക്കിന് വത്തക്ക കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് സൈഡിലായിട്ട് ഇതുപോലൊരു വണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റാളോ വെച്ചിട്ട് അതിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി. ഒരാൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാക്കിയിട്ടാണ് കട്ടിങ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരിക. ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത് 20 രൂപ എന്നുള്ള രീതിയിലാണ്. ഇതിലേക്ക് ചാട്ട് മസാല ഉപ്പെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഒരു പൊടി ഇട്ട് തരുന്നത് വളരെ രുചികരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വത്തക്ക വിവിധതരം കഷ്ണങ്ങളാക്കിയിട്ട് ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഓരോ ആളുകളും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓരോ കഷ്ണവും എടുത്ത് ഇതുപോലെ ചെറുതാക്കി കട്ടിങ് ചെയ്ത് പ്ലേറ്റിലിട്ടിട്ടാണ് നമുക്ക് തരിക. എന്തായാലും കൊള്ളാം. ഈ ചൂട് സമയത്ത് നമ്മുടെ നാട്ടിൽ വത്തക്ക വെള്ളം കൊടുക്കുന്നത് പോലെ ഇവിടെ വത്തക്ക കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ബസ് സ്റ്റാൻഡിലേക്കാണ് വന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ സവിശേഷതയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിലും മുന്നിലുമായിട്ട് ഒരുപാട് സീറ്റുകളാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അതിലിങ്ങനെ ഇരിക്കുന്നതും കാണാം. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ കാര്യമാണ് എന്നെനിക്ക് തോന്നിപ്പോയി. തൊട്ടടുത്തായിട്ട് ഫീഡിംഗ് റൂമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിൽ ഹോട്ടലുകൾ, ബേക്കറികൾ, കുൾബാറുകൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കാണാം.